ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളൊരു അടിപൊളി പൊറാട്ട സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. ബീഫ് പൊറാട്ട സാൻഡ്വിച്ച്. ഇത് നമ്മുടെ ഷവർമയൊക്കെ ഇതിൻ്റെ ബേക്കിൽ നിൽക്കും, അത്രയും ടേസ്റ്റ് ആട്ടോ. എന്താ ഉള്ളിൽ നല്ല ജ്യൂസിയാണ്, നല്ല ക്രഞ്ചിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമ്മുടെ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അത് ചെറിയ തീയിലാട്ടോ ഇട്ടത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിലേ വെക്കാവൂ. ബട്ടർ പെട്ടെന്ന് തന്നെ കളറ് മാറിപ്പോകും. ഓക്കെ, ഒന്ന് മെൽറ്റായി ഉരുകി വരട്ടെ. ആ ബട്ടർ ഉണ്ടോ ഉരുകി വരുന്നുണ്ട് ചെറുതായിട്ട്. ആ സമയത്ത് തന്നെ നമുക്ക് 1 അല്ലി വെളുത്തുള്ളി, ഒന്നാണ് അത് നന്നായി ചെറിയതാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താട്ടോ. ഒറ്റ അല്ലി അത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഈ സമയത്തൊക്കെ നിങ്ങൾ ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിക്കുക. 1 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ ഒലീവ് ഓയിൽ, നോർമൽ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഒലീവ് ഓയിലോ ഉപയോഗിക്കുക. ബട്ടർ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുകയാണേ. മൈദ കെട്ടാണ്ട് ഈ ബട്ടറുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊക്കെ ചെറിയ ചൂടിൽ ചെയ്യണേ. നമ്മുടെ മൈദൊക്കെ ബട്ടറുമായിട്ട് നന്നായി യോജിച്ചുകൊണ്ട് കട്ടയൊന്നും കെട്ടിയില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശായിട്ട് പാല് ചേർത്ത് കൊടുക്കാം. ടോട്ടൽ ഒരു 10 ടേബിൾ സ്പൂൺ പാല്. 1 ടേബിൾ സ്പൂൺ മൈദക്ക് 10 ടേബിൾ സ്പൂൺ പാല്, ആ ഒരു കണക്കാണ്. ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറേശ്ശെ ഒഴിച്ചെടുക്കുക, അല്ലെങ്കിൽ മൈദ ഇട്ടിട്ടിക്കും. നമ്മൾ ഒഴിക്കുന്നതിനനുസരിച്ച് മൈദ അങ്ങനെ തിക്കായി വരും കേട്ടോ. കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ ഞാൻ മൊത്തം 10 ടേബിൾ സ്പൂൺ ഉണ്ട്. കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 10 ടേബിൾ സ്പൂണും പാലും ഒഴിച്ചു കേട്ടോ. അപ്പോൾ കട്ടൊന്നും തീരെ ഇല്ല. അപ്പം നല്ല ലൂസായി വന്നിട്ടുണ്ട്. ഇനി വേണം ഒരിത്തിരി, ഇതുവരെ ഉള്ളത് ചെറിയ തീയിൽ, ഇനി ഒരിത്തിരി തീ കൂട്ടി കൊടുക്കുക. അധികം കൂട്ടല്ലേ. നമുക്കിത് കുറുക്കി ഒരു ക്രീം രൂപത്തിലേക്ക് മാറ്റണം. അപ്പം അതിൻ്റെ മുമ്പ് ഇതിലേക്ക് നമ്മളൊരു കളറിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞി പിഞ്ച് കാശ്മീരി മുളക് പൊടി. അപ്പം നമ്മൾ സോസിന് നല്ലൊരു കളറായിരിക്കും. ഇതേപോലെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കേ. ഇതുപോലെ കുറുക്കിയിട്ട് വരണം കേട്ടോ. തീ അധികം വെക്കല്ലേ, അടി കരിഞ്ഞു പോവും. മീൻസ് പിടിച്ചു പോവും മൈദ. ചെറിയ തീയിലിട്ടിട്ട് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറുതായിട്ട് അരിഞ്ഞ് ചോപ്പ് ചെയ്ത മല്ലിയില ചേർത്ത് കൊടുക്കേ. ഒരു പൊടി. നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മളെ സോസിന്. ഇത്രേ ഉള്ളൂ. ഇതൊന്ന് നന്നായി നമ്മളൊരു ക്രീം രൂപത്തിലേക്ക് കുറുകി വരട്ടെ കേട്ടോ. ഈ ഒരു രൂപത്തിൽ മതിട്ടോ. ഇനി ഇത് ചൂട് തണിയുന്ന സമയത്ത് വീണ്ടും ഒന്നുകൂടി കുറുകും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ഓഫ് ചെയ്യാം. വേണമെങ്കിൽ ഒരു പിഞ്ച് കുരുമുളക് പൊടി ഇട്ടോ, ഒരു പിഞ്ച്. ഞാൻ തീ ഓഫ് ചെയ്ത് ഇനി ഇത് കുറച്ച് കഴിയുമ്പോഴേക്കില്ലേ ഒന്നുകൂടി തിക്കാവും. നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്കാവും. അപ്പോൾ ഈ ഒരു രൂപമാകുമ്പോൾ തീ ഓഫ് ചെയ്ത് വേണ്ടിട്ടോ. ഇനി നമുക്കില്ലേ ഇതിനുള്ള ബീഫ് സാൻഡ്വിച്ച് അല്ലേ, ബീഫ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അത് ഞാൻ ഒരു 500 ഗ്രാം എല്ലില്ലാത്ത ബീഫ് ഒറ്റ പ്രാവശ്യം കുക്കറിൽ വേവിച്ചെടുത്തിട്ട് വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് ഞാൻ കുറച്ച് മസാലകളൊക്കെ പുരട്ടി വെച്ചാണ്. ഇഞ്ചി, വെളുത്തുള്ളി, ചെറുനാരങ്ങയും ഉപ്പും ഇഞ്ചും വെളുത്തുള്ളിയും, പിന്നെ കുറച്ച് എരിവിന് കുരുമുളക് പൊടിയും, കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇത് മാത്രം ചെയ്തിട്ടുണ്ട്. ബീഫ് ഡ്രൈ റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടുക. നിങ്ങൾ അത് പോയി നോക്കിയാൽ മതി എങ്ങനെയാണ്. ഇതെല്ലാം കൂടി ഇതിൻ്റെ കൂടെ ചെയ്താൽ ഭയങ്കര ലെങ്തി ആയിപ്പോൾ വീഡിയോ. അപ്പോൾ ഞാനിതൊന്ന് ഒരു വെളിച്ചെണ്ണയിൽ നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. പിന്നെ അതിൽ ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തേങ്ങാക്കോത്ത് ചേർക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ തേങ്ങാക്കോത്ത് ചേർക്കണ്ട കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളെ ബീഫില്ലേ അത് ഇതിലേക്ക് ഇട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് 2 സൈഡും ഒന്നൊന്നായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പിലയും ഒരു 2 ഒനിയനും ചേർത്തെടുക്കാം. ഒനിയൻ സവാളല്ലേ, അത് നന്നായി നൈസായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട്
തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അധികം തീ വെക്കരുത് കേട്ടോ, ചെറിയ തീയിൽ വെച്ച്. നമ്മുടെ ബീഫ് ഒന്ന് 2 ഭാഗവും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 സവാള, കുറച്ച് കരിവേപ്പില നൈസായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണേ. ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായി ഇതും കൂടെ റോസ്റ്റ് ആക്കാം കേട്ടോ. ഇതാ ബീഫ് ഉള്ളിയൊക്കെ നന്നായി റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. തീയിലേക്ക് ഇത്തിരി മല്ലിയില ഇട്ടിട്ട് ഞാൻ തീ ഓഫ് ചെയ്യണേ. നമുക്ക് മയണൈസ് വെച്ചിട്ടുള്ള ഒരു സോസ് കൂടി ഉണ്ടാക്കാം. അതിന് ഞാനൊരു 4 ടേബിൾ സ്പൂണ് മയണൈസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് നമ്മളെ കട്ട തൈര്, പുളിയില്ലാത്ത കേട്ടോ, അത് ചേർന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതാ നമ്മുടെ സോസ് നന്നായി രണ്ടും കൂടെ മിക്സ് ചെയ്ത്, ഇനി ഒരു ഓപ്ഷണൽ ഉണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണ് തഹീന, നമ്മളെ വെളുത്ത എള്ള് അരച്ചത്, ഒലിവ് ഓയിലും ചേർത്ത് അരച്ചതാണ്. റോസ്റ്റ് ചെയ്തിട്ട് വെളുത്ത എള്ള് റോസ്റ്റ് ചെയ്യുക, ഒലിവ് ഓയിലും ഒരു വെളുത്തുള്ളിയും അത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് സെറ്റ് ചെയ്യാം. അതിന് ഞാനൊരു ബട്ടർ പേപ്പർ, നിങ്ങൾക്ക് ഫോയിൽ പേപ്പറോ ഞാൻ ഒന്നുമില്ലെങ്കിൽ ഒരു വായലായാലും മതി, എടുത്തിട്ട് അതിലേക്കൊരു പൊറാട്ട വെച്ചിട്ടുണ്ട്. പൊറാട്ട ആണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് ചപ്പാത്തിയോ കുബൂസോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ബീഫും പൊറാട്ടയാകുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി കണ്ടോ, ഇത് നല്ല ക്രീമായി നല്ല തിക്കായി തണുത്തപ്പോൾ ഇതിൻ്റെ 1 ടേബിൾ സ്പൂണ് നമ്മൾ ഈ പൊറാട്ടയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 6 പൊറാട്ട സാൻഡ്വിച്ച് ഉണ്ടാക്കാനുണ്ടാവും കേട്ടോ. ഇനി ഇതാ നന്നായി സ്പ്രെഡ് ചെയ്ത്, ഇനി നമ്മളെ മയണൈസിൻ്റെ സോസില്ലേ അതും 1 ടേബിൾ സ്പൂണ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോ 3/4 ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ, ടേസ്റ്റിനനുസരിച്ച്. പക്ഷെ ഇത് നല്ല ജ്യൂസി ആയി കിടക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കേട്ടോ. ഇനി നമ്മൾ ബീഫില്ലേ കണ്ടോ, നമ്മൾ നേരത്തെ കോരിയെടുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്ത ബീഫ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ചിപ്സ് എടുത്തിട്ടുണ്ട്, പൊട്ടാറ്റോ ചിപ്സ്. ഇതൊന്ന് നന്നായി നമുക്ക് കൈ വെച്ചിട്ട് പൊടിക്കാം. ഇതുപോലെ പൊടിക്കുക. എന്നിട്ട് അതിൽ നിന്നൊരു പിടി നമ്മളെ ബീഫിൻ്റെ മേലേക്ക് ഇട്ടുകൊടുക്കുക. ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. ആദ്യം ഒന്ന് പൊറാട്ട മാത്രം എടുത്തിട്ടൊന്ന് വെച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ എല്ലാം ഞാൻ ചെയ്തെടുക്കട്ടെ. ഒരു 5 എണ്ണം ഉണ്ട്. എന്നിട്ട് നമുക്കൊന്നൊരു 30-45 സെക്കൻഡ് ഒരു തവയിൽ വെച്ചിട്ട് ഒന്നൊന്ന് ചൂടാക്കി. ഒരു 6 എണ്ണം കിട്ടിയിട്ടോ. ആ ഒരു എല്ലാ ഡിപ്പും ബീഫും എല്ലാം കറക്റ്റായിരുന്നു. 6 പൊറാട്ടക്ക് കേട്ടോ. ഇനി ഞാനൊരു തവ വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാക്കിയിട്ട് ഒരു 30 സെക്കൻഡ് നമുക്കിതെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒരു നല്ലൊരു ഉള്ളിൽ നല്ല ക്രീമി ജ്യൂസി ആവേ. ഒക്കെ ഒന്ന് വെച്ചെടുക്കാം. ഒരു 30 സെക്കൻഡ് വെച്ചാൽ മതി കേട്ടോ. ഒരു 3 എണ്ണം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 3 കൂടെ വെക്കും. ഒന്ന് ഒരു വെയിറ്റിന് വേണ്ടിയിട്ട് ഒരു മൂടി വെച്ച് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മൈക്രോവേവിൽ ഒരു 30 സെക്കൻഡ് വെച്ചാൽ പെട്ടെന്ന് കാര്യം കഴിഞ്ഞു കേട്ടോ. എല്ലാം ഇതുപോലെ ഒരു 45 സെക്കൻഡ് ചൂടാക്കി എടുത്തിട്ടോ. ഇനി ഇതാണ് നമ്മളെ കണ്ട ഉള്ള എന്തൊരു ജ്യൂസിയാണെന്നറിയോ. ഇതിൻ്റെ ടേസ്റ്റ് അബ്ബാരാട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.